എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹായ മക്കള്. ഉസ്താദിനോട് എല്ലാവരും പറയുന്നത്, ഉസ്താദേ മക്കള് നന്നാകാൻ ദുആ ചെയ്യണം. എന്റെ മക്കള് സ്വാലിഹീങ്ങളാകാൻ, ഹാഫിളീങ്ങളാകാൻ, ആലിമീങ്ങളാകാൻ, എന്റെ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് മാതാപിതാക്കൾ പറയുമ്പോ, ഉമ്മാ സ്വാലിഹത്തായ മക്കളെ വെറുതെ കിട്ടൂല. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ വെറുതെ കിട്ടൂല. അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിലൂടെ മാത്രമേ നിന്റെ മക്കളെ നിനക്ക് കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന മക്കളാകൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മക്കളെന്ന് പറഞ്ഞ അല്ലാഹു തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ്. ആ മക്കളിലൂടെ നിനക്ക് വലിയ സന്തോഷമുണ്ടാകുമടോ. മക്കളിലൂടെ നിനക്ക് ഇസ്സത്തുണ്ടാവുകയാ, മക്കളിലൂടെ നിനക്ക് ഇസ്സത്തുണ്ടാവുകയാ. അതേ ഖുർആനിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാ, മക്കള് നിനക്ക് ഫിത്നയാണ്, മക്കള് നിനക്ക് നാശമാണ്. ഈ സദസ്സിലിരിക്കുന്ന പലരും മക്കള് കാരണം കരയുകയാണ്, മക്കള് കാരണം തലകുനിക്കുകയാണ്, മക്കള് കാരണം നാണം കെടുകയാണ്. മക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പിതാവിന്റെ കൈപിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന മക്കളാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നല്ല മക്കളെ കിട്ടുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പിതാവ് തന്റെ മകനെ പിടിച്ചു കൊണ്ടുവരികയാണ്. തങ്ങന്മാരുടെയും ഉസ്താദന്മാരുടെയും മുമ്പിലേക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഉപദേശിക്കാൻ പറയുമല്ലോ. ഇതുപോലെ ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പിതാവ് തന്റെ മകനുമായി കടന്നു വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, ഇവനെ ഉപദേശിക്കണം തങ്ങളെ. ഇവൻ എന്നെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനം നൽകുന്നില്ല, ഇവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഇവന്റെ സ്വഭാവം മോശമാണ് തങ്ങള്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ ഉപദേശിക്കണം. ഇവന്റെ പ്രായം കുറഞ്ഞവരോട് ഇവന് കരുണ കാണിക്കുന്നില്ല. തന്റെ പൊന്നാര മകന്റെ പോരായ്മകൾ മുഴുവനും ഖലീഫയായ ഉമർ തങ്ങളോട് പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാ, ഇവനെ ഉപദേശിച്ച് നന്നാക്കണം. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചുകൊണ്ട് പിതാവ് ചെന്നിട്ട് പരാതി പറയുമ്പോ ഉമർ തങ്ങളെ അവനെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. മോനെ, നീ നിന്റെ മാതാപിതാക്കളെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം, അവരുടെ പൊരുത്തം നിനക്ക് വേണം. അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഉമ്മാനെ കുറിച്ച്, ഉപ്പാനെ കുറിച്ച്, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെ കുറിച്ച് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. മോനെ, നീ അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരുടെ മുമ്പിൽ ഇരിക്കരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. ഉമർ തങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചെറിയ മകൻ എന്ന സമാധാനത്തോടെ സമയോടുകൂടി നിന്ന് കേൾക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞത് മുഴുവനും കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. അല്ലാഹുവേ, എന്റെ പൊന്നുമകൻ നേരെയായല്ലോ, എന്റെ പൊന്നുമോൻ നന്നായല്ലോ. പിതാവിന് വലിയ സന്തോഷമായി. അവസാനം ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്ന് ആ മകന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി പോകാൻ നോക്കുമ്പോ, അവിടുന്ന് തിരിച്ചിറങ്ങി പോകാൻ നോക്കുമ്പോ ഈ പൊന്നുമകൻ ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്.
എനിക്ക് അങ്ങയോടൊരു സംശയം ചോദിക്കാനുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ സംശയം എന്താ? നിനക്കെന്താണ് അറിയേണ്ടത്? ആ സമയത്ത് ആ മകൻ ഉമർ തങ്ങളോട് ചോദിക്കുകയാ, ഉമർ തങ്ങളെ, ഇത്രയും നേരം നിങ്ങൾ എന്നെ ഉപദേശിച്ചല്ലോ, എനിക്ക് എന്റെ ഉപ്പാനോടുള്ള കടമ, എനിക്ക് എന്റെ ഉമ്മയോടുള്ള കടമ, എനിക്ക് എന്റെ മാതാപിതാക്കളോട് ഒരുപാട് കടമകളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാം ഞാൻ സമ്മതിച്ചു, എല്ലാം ഞാൻ അംഗീകരിച്ചു. എങ്കിൽ ഉമർ തങ്ങളെ, എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? മാതാപിതാക്കളോട് മക്കൾക്ക് ചില കടമകളുണ്ട്. എവിടെ പോയാലും ഇത് തന്നെയാ കേൾക്കുന്നത്. മദ്രസയിൽ പോയാലും, വഅദിന് പോയാലും, ജുമഅയ്ക്ക് പോയാലും, എവിടെ പോയാലും ഉപ്പാനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഉമ്മയുടെ മുമ്പിൽ കയർക്കരുത്, ഉമ്മയെ വേദനിപ്പിക്കരുത്. കടമകളും കടപ്പാടുകളും കേൾക്കുമല്ലോ. എങ്കിൽ ഈ മകൻ ചോദിക്കുകയാ, ഉമർ തങ്ങളെ, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഈ കുട്ടിയോട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, വാപ്പാനെ ബഹുമാനിക്കണം, ആദരിക്കണം, പറയുന്നതനുസരിക്കണം, കയർത്ത് സംസാരിക്കരുത്. അവരുടെ കാൽച്ചുവട്ടില സ്വർഗം, ഇവരുടെ പൊരുത്തമുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. ഇവര് ദുആ ചെയ്താ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തിരിച്ചു പോകാൻ സമയമായപ്പോ ഈ കുട്ടി ചോദിച്ചു, എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുണ്ടോ? മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഉമർ തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. കാരണം വല്ലാത്ത ഒരു ചോദ്യമായി കുട്ടി ചോദിച്ചത്. ഉമർ തങ്ങൾ ആ മകനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് നിന്റെ വാപ്പാനോട് കടമയുള്ളതുപോലെ വാപ്പയ്ക്ക് നിന്നോടും ചില കടമയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ, ഈ പറയുന്ന കടമ നിങ്ങൾ ആരെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ കൈ പിടിച്ച് നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ പറയുന്ന കടമകൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നിന്നെ ഒരിക്കലും നാണം കെടുത്തൂല. ആ മക്കളുടെ കൈ പിടിച്ച് നിനക്ക് സ്വർഗത്തിൽ പോകാം. പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതപ്പോ രാമീനിന്റെ പവറില്ല. കാരണം ഇന്ന് നമുക്കിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? സാധാരണ വഴുതിനു മുമ്പ് കുട്ടികൾക്കല്ലേ കൊടുക്കുന്നത്. ഇന്ന് ഉപ്പമാർക്കാ. ഇന്ന് ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കളെ കുറ്റം പറയുന്ന മാതാപിതാക്കൾക്കാണ് ഇന്നത്തെ വഴുത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മക്കളെ കുറ്റം പറയുന്ന മാതാപിതാക്കൾ പഠിക്കുക. ഈ പറയുന്ന കടമകൾ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന കടമകൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ഇനിയെങ്കിലും പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അള്ളാഹുവെ, ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഇനി ഒരു ആമീൻ പറഞ്ഞേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കടമ, ഒരു വാപ്പയ്ക്ക് തന്റെ മകനോടുള്ള, ഒരു ഉപ്പാന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള ഒന്നാമത്തെ കടമ നിനക്ക് നല്ല ഒരു ഉമ്മയെ തരൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ ആ മക്കൾക്ക് അള്ളാനെ പേടിയുള്ള ഒരു ഉമ്മാനെ വേണം കൊടുക്കാൻ. 5 നേരം നിസ്കരിക്കുന്ന പടച്ച റബ്ബിന് പേടിയുള്ള ഒരു പെണ്ണിനെ വേണം മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാന്ന്? ഈ ചെറിയ മകനോട് ചോദിച്ചു, നിന്റെ ഉമ്മ ആരാ? ആ മോൻ ഉമർ തങ്ങളോട് പറഞ്ഞ മറുപടി, വീട്ടിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, വാപ്പ എവിടുന്നോ അടിച്ചുകൊണ്ട് വന്നതാ, മുസ്ലിം പോലുമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ. ആ കുട്ടി പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതോ ഒരു അടിമപ്പെണ്ണ നിക്കാഹ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല, വാപ്പ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്റെ ഉമ്മയെന്ന് പറയുമ്പോ
എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ എന്താ വിചാരിച്ചത് നല്ല മക്കളെ വെറുതെ കിട്ടുമെന്ന? ഒരിക്കലും ഇല്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഈ സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു, ആ വാഴ കുലച്ചു. കുല ഇങ്ങനെ നോക്കുമ്പോ നല്ലതുപോലെ ഒരു കുലയായിട്ടില്ല. ഉടനെ നേരെ ശ്രീകണ്ഠപുരത്ത് പോയിട്ട് ഒരു ചാക്ക് വളം കൊണ്ടുവന്നിട്ട് വാഴയുടെ ചുവട്ടിൽ രാവിലെയും വൈകിട്ടും വളമിടുന്നുണ്ട്, വെള്ളമൊഴിക്കുന്നുണ്ട്. ഈ കൊലച്ച കൊല നല്ലതുപോലെ നേരെയാകുമോ? എന്താ പാവോ? ആകോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? നിങ്ങൾ എന്താ ഇപ്പൊ വെടി കൊണ്ടുപോലെ ഇരിക്കണ? പറ. ആദ്യം വളവിടണം. പിന്നെ ഇവിടെ കർഷകന്മാരൊന്നും ഇല്ല ഹതീബ്? എന്താ കർഷകന്മാരൊക്കെ പുറകിരിക്കുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു ഇപ്പൊ ചെയ്യണ്ടേ? നല്ല വിത്ത് വാങ്ങിച്ചു വെക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടാ? എന്താ സെക്രട്ടറി? നിങ്ങൾ പ്രസിഡന്റാ? നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് അല്ലേ? ഇല്ല. എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? നല്ല കർഷകന്മാരില്ല, അതാ പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം ചെയ്യേണ്ടത് വിത്ത് വാങ്ങലോ വളം വാങ്ങലോ വെള്ളം വാങ്ങലോ അല്ല. എടാ, ഇവിടെ വാഴ വെച്ചാ കിളിക്കുമെന്ന് നോക്കണം. കർഷകന് മണ്ണ് കണ്ടാ അറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മണ്ണ് കണ്ടാൽ അറിയാം, വളക്കൂറുള്ള മണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം. ഉദാഹരണം എന്തിനാണ് പറഞ്ഞതെന്നറിയോ? നല്ല മക്കളെ വെറുതെ കിട്ടൂല. നല്ല മക്കളെ വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യ ആരാണെന്നറിയുമോ? നിന്റെ കൃഷിയിടമാണ്. നിസാവുക്കും ഹർസുൽ ലക്കും വഅതു ഹർസക്കും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. മോനെ, നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടൂ. പച്ച മലയാളത്തിൽ പറഞ്ഞ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് വളരാറുള്ളൂ. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് വളരുന്നത്. അല്ലാഹുവിനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കുമാണ് നല്ല മക്കളെ കിട്ടുന്നത്. അവരുടെ കയ്യിലെ മക്കളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ കൊരങ്ങന്റെ കയ്യില് മാല കിട്ടിയതുപോലെയാണ്. നല്ല ഉപ്പയ്ക്കും ഉമ്മയ്ക്കാണ് നല്ല മക്കള് വളരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് നോക്കാം. അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രമെടുക്കൂ. ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളെ കാണാ. ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളെ കാണാ. പടച്ചവനെ, സ്വഹാബത്തില്, താബിഈങ്ങളില്, തബഉ താബിഈങ്ങളില്, ഇമാമുമാരില്, ഔലിയാക്കന്മാരില്, സയ്യിദന്മാരില്, പണ്ഡിതന്മാരില്. എന്തിനാ നിങ്ങളുടെ നാട്ടില് നിങ്ങൾ നല്ലവരെന്ന് പറയുന്നവരില്ലേ? ഇവരുടെ ഉപ്പയാരായിരുന്നടോ? ഇവരുടെ ഉമ്മയാരായിരുന്നടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് വളരുന്നത്. എത്രയോ ചരിത്രങ്ങൾ വേണം. എത്ര ചരിത്രങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ കഴിക്കാറുള്ളൂ. പടച്ചവനെ, സൗന്ദര്യവാനാണ് ഈ സാബിത്ത് ബിൻ ഇബ്രാഹിം. പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ. പടച്ചവനെ, ഭക്ഷണമില്ല, വല്ലാത്ത പട്ടിണിയാണ്. ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. സാബിത്ത് ബിൻ ഇബ്രാഹിമിന് വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നാലോ? സാബിത്ത് നടക്കുകയാ. പടച്ചവനെ, ഒരു മനുഷ്യനും ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം സാബിത്തിന്റെ കൈകാലുകൾ തളരുകയാണ്. ഒരു പുഴയുടെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ നടക്കാൻ കഴിയാതെ സാബിത്ത് തളർന്നു വീഴുകയാ. ആ പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ, റബ്ബേ,
വെള്ളത്തിലൂടെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാണ്. ഒരു പഴമിങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. വിശന്ന് തളർന്നു കിടക്കുന്ന സാബിത്ത് കാണുകയാ. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പഴം കണ്ടപ്പോ പട്ടിണി കാരണം, വിശപ്പിന്റെ കാഠിന്യം കാരണം സാബിത്ത് ആ പഴമെടുക്കുകയാണ്. ആർത്തിയോടെ കഴിക്കുകയാ. ആ കയ്യിലിരുന്ന പഴത്തിന്റെ പകുതി കഴിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, സാബിത്തിന്റെ ബുദ്ധി വർക്ക് ചെയ്യുകയാണ്. അവിടെന്ന് ചിന്തിച്ചു, അല്ലാഹ് ഇതാരുടേതാണെന്ന് എനിക്കറിയില്ല. ഹറാമു തിന്നല്ലോ, ഹറാമു തിന്നല്ലോ. ഇനി ദുആയിക്ക് ഇജാബത്തില്ലല്ലോ. എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ഞാൻ നരകത്തിലാണല്ലോ. സാബിത്ത് നിലവിളിക്കുകയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴത്തിന്റെ പകുതി കഴിച്ചതിന്റെ പേരില് ഭ്രാന്തനെ പോലെ കിടന്ന് വിളിച്ചു കൂവുകയാ. സുബ്ഹാനല്ലാഹ്, പുഴയുടെ എതിരെ ഓടുകയാ. എവിടെ നിന്നാണ് വീണത്? എവിടെ നിന്നാണ് വീണത്? സാബിത്ത് ഓടുകയാണ്, സാബിത്ത് ഓടുകയാണ്. അവസാന കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. ഒരു തോട്ടം കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നിന്നാണ് വീണതെന്ന് ഉറപ്പാവുകയാണ്. കരഞ്ഞുകൊണ്ട് സാബിത്ത് തോട്ടത്തിനകത്ത് കടന്നു ചെന്നു. കണ്ട മനുഷ്യന്റെ മുമ്പിൽ കരയുകയാ. അറിയാതെ തിന്നുപോയതാ, പട്ടിണി കാരണം തിന്നുപോയതാ. എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ ഇത് എന്റെ തോട്ടമല്ല, പൊരുത്തം തരാൻ ഇതെന്റെതല്ല. ഞാൻ ഇവിടുത്തെ തൊഴിലാളിയാണ്, എനിക്ക് അവകാശമില്ല. സാബിത്ത് ചോദിക്കുന്ന മുതലാളിയുടെ വീട് എവിടെയാ? 3 ദിവസം സഞ്ചരിക്കണം എന്റെ യജമാനന്റെ വീട്ടിൽ പോകാൻ. സാബിത്ത് പറഞ്ഞു, തയ്യാറാ. 3 കൊല്ലം നടക്കാനും ഞാൻ തയ്യാറാ. കാരണം വേണ്ടത് പൊരുത്തമാണ്. സാബിത്ത് നടക്കുകയാണ്. പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് കയ്യിൽ ആപ്പിളും പിടിച്ച് സഞ്ചരിക്കുകയാ. ദിവസങ്ങളോളം സഞ്ചരിച്ചു. പറഞ്ഞ അടയാളം പറഞ്ഞ വീടിന്റെ മുറ്റത്തെത്തി. ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാ. സുബ്ഹാനല്ലാഹ്, സാബിത്ത് കരയുകയാ, പൊരുത്തം ചോദിക്കുകയാ. ആ മനുഷ്യൻ ചിന്തിക്കുന്നു, റബ്ബേ ഇതാരാ അല്ലാഹ്, ഇവനാരാ അല്ലാഹ്? ഇവനൊരു സാധാരണ ചെറുപ്പക്കാരനല്ല. ആയിരുന്നെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. ആ മനുഷ്യന് സാബിത്തിനെ ഇഷ്ടപ്പെടുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ എനിക്കൊരു മകളുണ്ട്, നിനക്ക് ഞാൻ പൊരുത്തം തരാ. പക്ഷേ നീ എന്റെ മകളെ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. ആ പെണ്ണിനെ നീ വിവാഹം കഴിച്ചാ നിനക്ക് ഞാൻ പൊരുത്തം തരാ. സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സാബിത്ത് ചിന്തിച്ചു, അല്ലാഹ് ദുനിയാവാണല്ലോ, അവസാനമുണ്ടല്ലോ, ആഖിറമാണ് രക്ഷപ്പെടേണ്ടത്. കല്യാണത്തിന് സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞു. മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ സാബിത്ത് നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. മണിയറയ്ക്കകത്ത് കടന്നു ചെന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണിരിക്കണോ. സാബിത്ത് ചോദിച്ചു, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ? ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ എനിക്ക് കണ്ണും കാണും, ചെവിയും കേൾക്കും, കാലിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ ഉപ്പ പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ? സാബിത്തേ ഓർമ്മ വെച്ച കാലത്തും, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നുവരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടിട്ടില്ല. അല്ല കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നു വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഞാൻ ഹറാമ് കേട്ടിട്ടില്ല. യശനീയം പരദൂഷണം ഒന്നും ഞാൻ പറയാറുമില്ല, കേൾക്കാറുമില്ല. ആ പെണ്ണ് പറയുകയാ, അള്ളാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാലുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അവൾ അള്ളാഹിനെ പേടിയുള്ളവളായിരുന്നു. അവൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണായിരുന്നു. ഈ സാബിത്ത് ബിൻ ഇബ്രാഹിമും അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവനായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ കൃഷി ഇറക്കി.
ഇവര് രണ്ടുപേരും കൂടെ കൃഷി ഇറക്കിയപ്പോ അള്ളാഹു ഒരു മകനെ കൊടുത്തു. ആരാ മകൻ എന്നറിയുമോ? മഹാനായി ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഈ ഉമ്മയുടെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാർ, നല്ല ഉപ്പമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എടോ പണ്ട് മദീനത്ത് മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു, ഒരു തോട്ടം തൊഴിലാളി. യജമാനൻ വലിയ കോടീശ്വരനാ. യജമാനന്റെ ഏക്കർ കണക്കിന് നീളമുള്ള മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളിയാണ് മുബാറക്. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുബാറക്കിന്റെ മകൾ, യജമാനന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നു. പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് ആള് വന്നപ്പോ മുബാറക് എന്ന് പറയുന്ന തൊഴിലാളിയെ വിളിച്ചിട്ട് മുതലാളി പറഞ്ഞു, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുന്നു, നീ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് പാകമായ കുറച്ച് മുന്തിരി കൊണ്ടുവാ. മുബാറക് ഓടിച്ചെന്നു. മുന്തിരി കുലകൾ പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്. യജമാനൻ പറഞ്ഞു, മുബാറക്കെ, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ, വിരുന്നുകാരാ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുപാടാ. മുബാറക്ക് രണ്ടാമതും പോയി. ഒരു മുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. അത് ഒന്ന് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പ്. യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. നീ എന്തെടാ എന്നെ കളിയാക്കുന്നോടാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുപാടാ. മൂന്നാമതും പറഞ്ഞു വിട്ടു. മുബാറക് എന്ന് പറയുന്ന അടിമ മൂന്നാമതും മുന്തിരിത്തോട്ടത്തിൽ പോയി മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോ വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. പിന്നെ യജമാനൻ നോക്കിയില്ല, മുബാറക്കിനെ തല്ലാൻ തുടങ്ങി. എന്തേടാ നിനക്കറിയില്ലേടാ, 10 കൊല്ലമായില്ലേടാ മുബാറക്കെ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു, നിനക്കറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക്ക് പറയുന്നുണ്ട്, എനിക്കറിയില്ല. മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്കറിയില്ല. കള്ളം പറയുന്നോടാ, 10 കൊല്ലമായില്ലേടാ ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക്ക് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 10 വർഷമായി ഈ മുന്തിരി തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഇന്നുവരെ താഴെ വീണ ഒരു മുന്തിരി ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. ഒരെണ്ണം പറിച്ചു കഴിക്കുന്നത് പോയിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ ഒരിക്കൽ പോലും താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടില്ല. കാരണം നിങ്ങൾ എനിക്ക് അനുവാദം തന്നില്ലല്ലോ, നിങ്ങൾ എനിക്ക് തിന്നാൻ അനുവാദം തന്നില്ലല്ലോ, തോട്ടം നോക്കാനല്ലേ അനുവാദം തന്നത്. ആ മനുഷ്യൻ ഒരു മുന്തിരി പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ യജമാനന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ചിന്തിക്കടോ, 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു താഴെ വീണ മുന്തിരി പോലും എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആരാ? ഗൾഫിൽ പോയിട്ട് അറബി യതീംഖാനയിലാക്കിയിട്ട് വരുന്നവനാ കാലവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഗൾഫിൽ പോയിട്ട് പാവപ്പെട്ടവൻ എങ്ങനെയും വണ്ടി കയറി ഗൾഫിലെത്തി. അറബി ഇപ്പൊ എവിടാ? നാട്ടിൽ ഇവൻ ഷെയ്ഖും വലിയ ആളും, അയാളിപ്പോ ഇവിടെ കിടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 കൊല്ലം മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു മുന്തിരി പോലും എടുത്ത് കഴിക്കാത്തവൻ കരഞ്ഞുപോയി. ആ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വിരുന്നുകാരൻ മുഴുവൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് തന്റെ പൊന്നാര കോടീശ്വരന്റെ മകളെ വിളിച്ചിട്ട് പിതാവ് പറയുകയാ, മോളെ, നിനക്ക് ഞാനൊരു പുതിയാപ്പളയെ കണ്ടെത്തി, നിനക്ക് ഞാനൊരു പുതിയാപ്പളയെ കണ്ടെത്തി. ആരാ വാപ്പാ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക് ഉണ്ടല്ലോ, ആ മുബാറക്കിനെയാ ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയത്. ഈ പെണ്ണ് ചോദിച്ചു, ഉപ്പാ, വേലക്കാരനെ കിട്ടിയുള്ളോ? ഉപ്പ എന്തേ ഇയാളെ തെരഞ്ഞെടുക്കാൻ കാരണം? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, മോളെ, ഇവനെക്കാളും അള്ളാനെ പേടിയുള്ള ഒരാളെ ഇനി കിട്ടൂല, ഇവനെക്കാളും അള്ളാനെ പേടിയുള്ള ഒരാളെ കിട്ടൂല. ഈ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അത് പണ്ട് പെണ്ണുങ്ങൾ പറയുമായിരുന്നു, വാപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. 2023 പെൺകുട്ടി വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പ കഷ്ടപ്പെടണ്ട, ഉമ്മ കഷ്ടപ്പെടണ്ട, ഞാൻ ഒരെണ്ണത്തെ വളച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ് റെഡിയാക്കി തന്നാ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ റെഡിയാക്കി ഒരെണ്ണത്തിന് വെച്ചിട്ടുണ്ട്. അവസാനം വാപ്പ പറയും, മോളെ, അവൻ കള്ളുകുടിയനാ, കഞ്ചാവടിക്കുന്നവനാ, കുഴപ്പമില്ല വാപ്പ, അവൻ നമ്മുടെ ജാതി പോലുമല്ല, കുഴപ്പമില്ല വാപ്പ, ഞാൻ പോകും, കെട്ടിച്ചു തരണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മുബാറക് എന്ന് പറയുന്ന മനുഷ്യന് തന്റെ ഒരു മകനെ കൊടുത്തു.
അള്ളാഹു ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹ് ബിനിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ, ലോകമറിയുന്ന പണ്ഡിതൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ എത്ര ചരിത്രം നിങ്ങൾക്ക് വേണം? ഇതുപോലെ എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എടാ, നല്ല ഉമ്മയാണ് വേണ്ടത്. മക്കൾക്ക് നല്ല ഉമ്മയാണ് കൊടുക്കേണ്ടത്. ഇനി വഴുത കേൾക്കാമെന്ന കല്യാണം കഴിച്ച ഉപ്പാ, നീ നിന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനുണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഈൻ. 4 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. ഒന്ന്, മോനെ, പണമല്ല നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, കുടുംബ മഹിമയല്ല നോക്കേണ്ടത്, ദീനാണ് പരിഗണിക്കേണ്ടത്. പണമോ സൗന്ദര്യമോ കുടുംബ മഹിമയോ അല്ല. എടാ, ദീനുണ്ടോന്ന് നോക്ക്. കിട്ടുന്ന പെണ്ണ് തലമറയ്ക്കുന്നവളാണോ? അവൾ നിസ്കരിക്കുന്നവളാണോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ഇതാണ് മോളെ നോക്കേണ്ടത്. ദീനുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കൂ. അപ്പോഴാണ് നന്നാകുന്നത്, അപ്പോഴാണ് ജീവിതം നന്നാകുന്നത്. കുറ്റപ്പെടുത്തിയതല്ല പെങ്ങളെ, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. എന്തിനാണ് ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ പറയുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. അതുകൊണ്ട് പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ, വാപ്പ പറയും പണം വേണമെന്ന്, ഉമ്മ പറയും പണം വേണമെന്ന്. മോനെ, പണം പരിഗണിക്കല്ലേ, പണം പരിഗണിക്കല്ലേ. പണം കണ്ടിട്ട് പെണ്ണ് കെട്ടല്ലേ. പറഞ്ഞത് സിറാജല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫിറഔനിന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയാണ് ആസിയ. ആ ആസിയാനെ കണ്ടുപഠിക്കാനാ അല്ലാഹ് പറഞ്ഞത്, ബൈതും ഫിൽ ജന്ന. പെണ്ണെ, അല്ലാഹുവിനോട് സ്വർഗ്ഗത്തിലെ കൊട്ടാരം തരണേ എന്ന് ചോദിച്ച മഹദിയാ. അതുകൊണ്ട് പെങ്ങളെ, നീ നേരെയായ നിന്റെ ഭർത്താവ് നേരെയാകും, നിന്റെ മക്കള് നേരെയാകും, നിന്റെ കുടുംബം നേരെയാകും. മറിച്ച് വാപ്പ നല്ലവനാ, പടച്ച റബ്ബേ, ഉമ്മ മോശക്കാരിയാ, മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് തലതിരിഞ്ഞു പോകുമടോ. അതുകൊണ്ടാണ് ഞങ്ങള് നല്ലതുപോലെ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മാതാപിതാക്കൾക്കോ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മയെ കൊടുക്കൂ, അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പയെ കൊടുക്കൂ. അത് കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന വാപ്പയും ഉമ്മയും സ്വന്തമൊന്ന് ചിന്തിക്ക്, സ്വന്തമൊന്ന് ചിന്തിക്ക്. ഞാൻ ദീനുള്ളവളാണോ? ഞാൻ ദീനുള്ളവളാണോ? ഞാൻ സ്വാലിഹത്താണോ? ഞാൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് വിലയിരുത്തടോ. ഇന്ന് വിലയിരുത്തേണ്ട ദിവസമാണ്. സ്വന്തമായിട്ട് വിലയിരുത്ത്. വിശദീകരിക്കുന്നില്ല. ഉമർ തങ്ങൾ പറയുന്നു, മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയോ? ഉപ്പാന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രായപൂർത്തിയായ വന്നതാ സഹോദരിയുടെ മുകളിലൂടെ, തന്റെ പൊന്നാര സഹോദരിയുടെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാ. കൊടുക്കണം ബാപ്പാ, തെറ്റല്ലേ ഉമ്മ? നിന്റെ മകന്റെ മുമ്പിലൂടെ നിന്റെ മകള് ഒരു മുടി പുറത്ത് കാണിക്കുന്ന കാര്യമല്ല, തലമുടി കാണിക്കുന്ന കാര്യമല്ല. പടച്ചവനെ, നല്ല വസ്ത്രം ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രം, കിടപ്പറയിൽ ധരിക്കേണ്ട വസ്ത്രം, അതിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ
ഹാളിൽ വരുമ്പോ കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന വസ്ത്രമാണെങ്കിലും പറയണേ ഉമ്മാ, നൊന്തു പ്രസവിച്ചത് നീയാ, തെറ്റാ ഉമ്മാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ആദ്യം നന്നാകേണ്ടത് മക്കളല്ല, വാപ്പയും ഉമ്മയുമാണ്. വാപ്പയും ഉമ്മയുമാണ് നന്നാകേണ്ടത്. ആദ്യം വാപ്പ നന്നാക്, ആദ്യം ഉമ്മ നന്നാക്. നബി തങ്ങൾ പറഞ്ഞല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? വാപ്പ ദുആ ചെയ്യുകയാണ്, ഉമ്മ ദുആ ചെയ്യുകയാണ്. റബ്ബനാ, രക്ഷിതാവായ അല്ലാഹ്, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. പടച്ചവനെ, എൻ്റെ ഭാര്യ അവളെ ദീനുള്ളവളാക്കണേ അല്ലാ, എൻ്റെ മക്കളെ ദീനുള്ളവരാക്കണേ അല്ലാ, എൻ്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ മുഖം കണ്ട, എൻ്റെ മക്കളുടെ മുഖം കണ്ട എൻ്റെ ദുഃഖം മാറണേ അല്ലാ, എൻ്റെ പ്രയാസം മാറണേ അല്ലാ. എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ടല്ലോ, മനസ്സിനൊരു സമാധാനം തരണേ അല്ലാ. എന്നിട്ട് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. ഉമ്മാനെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, വാപ്പയെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, ഭർത്താവിനെ കണ്ടു വേണം ഭാര്യ പഠിക്കാൻ. മാതൃകയാകടോ, മാതൃകയാക് ഉപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവനാണോ? മക്കളെ വിളിക്കണ്ട, പള്ളിയിൽ പോകാ പറയണ്ട. നിന്നെ കൂടെ നിന്റെ മക്കള് വരും ബാപ്പാ, നിന്നോട് ചോദിക്കും ഞാനും വരട്ടെ, എന്നെ കൊണ്ടുപോകുമോ? എന്തേ ഉപ്പാ അസറിന് പള്ളിയിൽ കണ്ടില്ലല്ലോ? മക്കള് നിന്നോട് ചോദിക്കും ബാപ്പാ. പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് നിന്റെ വീട്ടിലുണ്ടല്ലോ, ഉമ്മ നിസ്കരിക്കുമ്പോ പാല് കുടിക്കുന്ന മക്കള് വന്ന് സുജൂദിൽ വീഴുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാണ്. എന്തൊരു മനോഹരമാ പെങ്ങളെ. പടച്ചവനെ ദിക്ർ പറയുമ്പോ മക്കള് കൂടെ വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാ. ഖുർആൻ ഓതുമ്പോ മക്കളടുത്ത് വന്നിരിക്കുന്നല്ലോ. ഇത് കണ്ടു വളർന്നാ മതി, നിന്റെ മക്കള് നേരെയാകുമുമ്മ. പക്ഷേ നീ ഖുർആൻ എടുക്കൂല, നീ നിസ്കരിക്കൂല, 24 മണിക്കൂറും മൊബൈലിലാണ്, മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നിനക്ക് അല്പനേരം റെസ്റ്റ് കിട്ടാൻ, മക്കള് തിന്നണമെങ്കിൽ മൊബൈല്, ഇണ്ടാതെ ഇരിക്കണമെങ്കിൽ മൊബൈല്. പടച്ചവനെ, കുഞ്ഞുമക്കളെ നശിപ്പിക്കുകയാ ഉമ്മ. നിങ്ങൾക്ക് ഈ മൊബൈലിനെ കുറിച്ച് അറിയാനിട്ടാണ്. ഇതൊരു ലഹരിയാ, ഇതൊരു ലഹരിയാ. ഒരുപാട് കുടുംബങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് ജീവിതങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് പേരെ നശിപ്പിച്ചത് മൊബൈലാ. മറക്കല്ലേ. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും നേരെയാക്, നിങ്ങൾ നല്ലവരാക്, നിങ്ങൾ നിസ്കരിക്ക്, നിങ്ങൾ ഖുർആൻ ഓത്, നിങ്ങൾ ദിക്ർ പറ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യൂ. വാപ്പാ, നീ നിന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്ത്, ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓത്, എന്നിട്ട് നീ ദുആ ചെയ്യ്. അല്ലാഹുവേ, എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ.
എന്നെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യൂ.